നിങ്ങളുടെ കാലുകളിൽ ഞരമ്പുകൾ ഇതേപോലെ ഒരു പർപ്പിൾ കളറിൽ നിൽക്കുകയാണ്. ആ ഒരു ഭാഗത്ത് നന്നായിട്ട് വേദനയുണ്ട്, ഒരു പുകച്ചില് പോലെ നന്നായിട്ട് ചൊറിച്ചില് പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ വെരിക്കോസ് വെയിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ട്ടോ. ശരിക്കും പറഞ്ഞാൽ കാലുകളിൽ നിന്ന് ബ്ലഡ് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്ക് ആയിട്ട് നിന്നിട്ട് ഞരമ്പുകൾ തടിക്കുന്ന ഒരു കണ്ടീഷൻ കൂടിയാണിത്. ഇത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കാഫ് മസിൽസ് നന്നായിട്ട് വീക്ക് ആകുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പൊ ഇതിന് തടയാനായിട്ട് നമുക്ക് കുറച്ചൊന്ന് പരിഹരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3 മാർഗങ്ങളാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദിവസത്തില് 2 തവണയായിട്ട് ഒരു 30 കൗണ്ടിൽ നിങ്ങൾ കാഫ് റേസസ് പോലെയുള്ള എക്സസൈസ് ചെയ്യാം. ഇതേപോലെ നിങ്ങൾ കാഫ് റേസസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാഫ് മസിൽസ് കുറച്ചൊന്ന് സ്ട്രോങ് ആവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് ഇംപ്രൂവ് ചെയ്യാനും വളരെ നല്ലതായിരിക്കും. ദിവസത്തില് 2 വട്ടമായിട്ട് 30 കൗണ്ടിൽ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിലത്ത് നിങ്ങൾ ഇങ്ങനെ കിടന്നതിന് ശേഷം നമ്മുടെ കാലുകൾ ഉണ്ടല്ലോ ചുമരിനോട് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഉയർത്തി വെക്കുക. ഒരു 10 മിനിറ്റ് നിങ്ങൾ അങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇതും നമ്മുടെ കാലുകളിൽ നിന്ന് ബ്ലഡ് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ദിവസത്തില് 2 തവണയായിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾ നടക്കാനായിട്ട് നോക്കുക. നടക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളാണ് പറ്റുന്നത് ആ ഒരു സ്പീഡിൽ നിങ്ങൾ നടക്കാനായിട്ട് നോക്കുക. ഇത് നമ്മുടെ ശരീരത്തിൽ ഫുൾ ബോഡിയിലേക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വളരെ നല്ലതാണ്. രാവിലെ നിങ്ങൾ ഒരു 10-15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെയായിട്ട് നിങ്ങൾ നടക്കാനും കൂടി നോക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം എന്തായാലും കാണാനായിട്ട് സാധിക്കും. കുറച്ചൊന്ന് ബെറ്റർ ആക്കി നിർത്താനും വളരെയധികം സഹായിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേ ഹെൽതി.